ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. 99% സ്ത്രീകൾക്കും കഴിഞ്ഞ 11 മാസത്തിലും പ്രഗ്നൻസി കിട്ടാതിരുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കേട്ടോ. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ തിരുത്തി ഒരു 2025 ഫ്രഷ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് ഈ ടിപ്സ് നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ സെയിം നിങ്ങളുടേതായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സാണ് ഫോളോ ചെയ്തതെന്ന് മനസ്സിലാകും. അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ലാത്ത ടിപ്സാണ് നമ്മുടെ ചാനലിൽ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി തന്നെയും ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ടിപ്സ്. അതോടൊപ്പം ഫോളോ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് കേട്ടോ. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിനെ മനസ്സിലാക്കാത്തതാണ്. ഒരു മെൻസ്ട്രൽ കലണ്ടർ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ മസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. മെൻസ്ട്രൽ കലണ്ടറിൽ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒന്നാണ്. ഒരു പേപ്പറും പേന എടുത്തിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഫോണിൻ്റെ ഒരു ഡയറിയിൽ ഫോണിൻ്റെ നോട്ട്സിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. മെൻസ്ട്രൽ കലണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെൻസ്ട്രേഷനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങളുമാണ് നമ്മൾ അവിടെ എഴുതി വെക്കേണ്ടത്. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴാണ് മെൻസ്ട്രേഷൻ ഉണ്ടായത് എന്നുള്ള കാര്യം. നമ്മുടെ സൈക്കിൾ ലെങ്ത് ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട് സൈക്കിൾ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിച്ച് വെക്കേണ്ടതെന്ന്. കഴിഞ്ഞ മാസം ഏത് ദിവസമാണോ ബ്ലീഡിങ് വന്നത്, ഈ മാസം ഏത് ദിവസമാണോ ബ്ലീഡിങ് ആയത്, ഇത് രണ്ടും തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടോ അതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ നമ്മുടെ മെൻസ്ട്രൽ കാലണ്ടറിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം. രണ്ടാമതായിട്ട് മെൻസ്ട്രൽ കാലണ്ടറിൽ നോട്ട് ചെയ്യേണ്ടത് എത്ര ദിവസമാണ് നിങ്ങൾക്ക് ഫ്ലോ ഉണ്ടായത് എന്നുള്ള കാര്യം. മെൻസ്ട്രൽ ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് ആ പീരീഡിന്റെ ബ്ലഡ് പോകുന്ന ബ്ലീഡിങ് ഉണ്ടാവുന്ന ദിവസമാണ് ഈ ഫ്ലോ ഉള്ള ഡേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ ഫ്ലോ ഉള്ള ഡേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു ടോപ്പിക്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലീഡിങ് തുടങ്ങിയ ദിവസം കുറഞ്ഞത് 2 ദിവസമെങ്കിലും നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാവണം. അത് ഒരു ദിവസം 2-3 പാഡെങ്കിലും ചേഞ്ച് ചെയ്യുന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടാകേണ്ടത്. ഒരു ദിവസം ഒരു പാഡേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ, രണ്ടാമത്തെ ദിവസവും ഒരു പാഡേ വേണ്ടി വരുന്നുള്ളെങ്കിൽ അത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോ ആയിരിക്കണമെന്നില്ല. അങ്ങനെ ബ്ലഡ് ഫ്ലോ കുറയുന്നത് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമുക്കുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ മെൻസ്ട്രേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലോ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ അനീമിക് ആയതുകൊണ്ടോ, നിങ്ങളുടെ AMH വ്യത്യാസമുള്ളത് കൊണ്ടോ, നിങ്ങൾക്ക് PCOD ഉള്ളത് കൊണ്ടോ, തൈറോയിഡ് ഉള്ളത് കൊണ്ടോ, ഒബിസിറ്റി ഉള്ളത് കൊണ്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ മെൻസ്ട്രൽ ഫ്ലോ ഞാൻ ഈ പറഞ്ഞ രീതിക്കല്ലാതെ നിങ്ങൾക്ക് ഫ്ലോ അതിനേക്കാളും കുറവായിട്ട് അര ദിവസമോ ഒരു ദിവസമോ ഒക്കെ മാത്രമേ നിങ്ങൾക്ക് ബ്ലീഡിങ് പോകുന്നുള്ളൂ എങ്കിൽ ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ഒരു മാസമാണ് നിങ്ങൾക്ക് അങ്ങനെ ബ്ലീഡിങ് പോകുന്നതെങ്കിൽ അടുത്തൊരു മാസവും നമ്മൾ ഈ മെൻസ്ട്രൽ കാലണ്ടറിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും ആ ഫ്ലോയുടെ പോകുന്ന ദിവസത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ 3-ാമത്തെ മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, ഡോക്ടറെ പോയി കാണണം. എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ് നിങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളമാണ് നിങ്ങൾക്ക് ഡിസ്ചാർജ് പോയത് എന്നുള്ള കാര്യമാണ്. ചില ആളുകൾക്ക് പ്രിമെൻസ്ട്രൽ സ്പോട്ടിങ് ഉണ്ടാവാറുണ്ട്. നമുക്ക് ചെറുതായിട്ട് ബ്രൗൺ ഡിസ്ചാർജ് ഒക്കെ ഉണ്ടായിട്ടാണ് പലർക്കും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഈ പ്രിമെൻസ്ട്രൽ ഡിസ്ചാർജ് ഒരുപാട് ദിവസം ഉണ്ടായിട്ട് ഒരു ദിവസം മാത്രമാണ് നമുക്ക് ബ്ലീഡിങ് ഉണ്ടായതെങ്കിൽ അത് ചിലപ്പോൾ എന്തെങ്കിലും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഇംബാലൻസസ് ശരീരത്തിൽ ഉള്ളത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് സ്പോട്ടിങ് പോകുന്ന ദിവസം കൂടി നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ഇതാണ് നമ്മൾ 3-ാമതായിട്ട് രേഖപ്പെടുത്തേണ്ടത്. 4-ാമതായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട കാര്യം എത്ര ദിവസമാണ് നിങ്ങളുടെ മെൻസ്ട്രേഷന്റെ ലെങ്ത് പോകുന്നത് എന്നുള്ളതാണ്. സൈക്കിൾ ലെങ്ത് എന്നല്ല ഉദ്ദേശിച്ചത്, ഫ്ലോ ഉണ്ടാകുന്ന ലെങ്ത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലോ 2 ദിവസത്തിനേക്കാളും കുറവും അതുപോലെ 7-8 ദിവസത്തിനേക്കാളും കൂടുതൽ രീതിക്ക് നിങ്ങൾക്ക് ബ്ലീഡിങ് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പീരിയഡ്സിന്റെ ഒരു ഐഡിയ കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യുക.
പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എന്ന് പറയുന്നത് പീരിയഡ്സ് തുടങ്ങുന്നതിന് 1-2 ദിവസം മുൻപ് നമുക്ക് ചെറുതായിട്ടുണ്ടാകുന്ന പ്രഗ്നൻസിയുടേത് പോലുള്ള പീരിയഡ്സിന്റെ ആകുന്ന സമയത്തുണ്ടാകുന്ന ചെറിയ സിംറ്റംസ് ആണ്. നോർമലി പീരീഡ് ആകുന്നതിന് 2-3 ദിവസം മുൻപ് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നേരെ മറിച്ച് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് നിങ്ങൾക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കണ്ടുവരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ സഫീഷ്യന്റ് ആയിട്ടുള്ള ലെവൽ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിലാണ് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് നമുക്ക് ലൂട്ടിയൽ ഫേസിൽ വേണ്ട ഹോർമോൺ. ഈ ഹോർമോണിന്റെ ലെവലിൽ ഇംബാലൻസസ് ഉണ്ടായി കഴിഞ്ഞാൽ യൂട്രസ് തിക്കണാവില്ല, ഫെർട്ടിലൈസേഷൻ നടക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി എന്നുള്ള കാര്യം നമുക്ക് ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എത്ര ദിവസം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മോണിറ്റർ ചെയ്യുക. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള രീതിക്ക്, ഭയങ്കര വേഴ്സ് ആയിട്ടുള്ള രീതിക്ക് പ്രഗ്നൻസി സിംറ്റംസ് പോലെ തന്നെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. 2 മാസം നിങ്ങൾ മോണിറ്റർ ചെയ്യുക. 3-ാമത്തെ മാസം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഡോക്ടറെ കാണണം കേട്ടോ. അടുത്ത മെൻസ്ട്രൽ കാലണ്ടറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഓവുലേഷൻ വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചാർട്ട് ചെയ്ത് വെക്കുക. ഓവുലേഷനേതായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിംറ്റം ആണ് ഓവുലേഷൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഈ ഒരു ഡിസ്ചാർജ് പലർക്കും തന്നെ അങ്ങോട്ട് ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള ആളുകൾ ഏകദേശം ഒരു ദിവസം നമ്മുടെ ചാനലിൽ വന്ന് ചോദിച്ചിട്ടാണെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം കണ്ടുപിടിച്ചിട്ട് ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറാണ് ഉള്ളത്. എന്നാൽ ഓവുലേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ലക്ഷണമെങ്കിലും മൈന്യൂട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓവുലേഷൻ സമയത്ത് നമുക്കുണ്ടാവുന്ന 10ഓളം പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ട് വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഓവുലേഷൻ സിംറ്റംസ് ദി ചൂസ് വേൾഡ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. അതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആ ലക്ഷണം ഒന്നും നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഡേറ്റിൽ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് മേടിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. സാധാരണ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് പോലെ ഒരു സ്ട്രിപ്പ് അല്ല ഇതിനുണ്ടാവുന്നത്. ഏകദേശം 5-6 അതിലധികം സ്ട്രിപ്പ് ചിലപ്പോൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ ഉണ്ടാകും. അത് വെച്ചിട്ട് നിങ്ങൾ ഓരോ ദിവസവും കൃത്യമായിട്ട് ഓൾട്ടർനേറ്റീവിലോ ഓവുലേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, ഫെയിൻറ്റ് ലൈൻ ഉണ്ടോ, പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ടോ, കണ്ടിന്യൂസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കുക. കണ്ടിന്യൂസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ അത് PCOD ഉള്ള ആളുകൾക്കും അങ്ങനെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മെൻസ്ട്രൽ കലണ്ടറിൽ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ബുക്കിലോ ഒരു ഫോണിലോ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിനെ പറ്റിയിട്ട് ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ എന്തെങ്കിലും ഒരു മിസ്മാച്ച് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണുക. അത് പരിഹരിച്ച് കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കും. യാതൊരു തരത്തിലുള്ള പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു പ്രീ കൺസെപ്ഷണൽ ചെക്കപ്പ് നിങ്ങൾ നടത്തുക. നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് മുൻപ് തന്നെയായിട്ട് ഇതുപോലെ ഡോക്ടറെ കണ്ട് ഒരു ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ചില ആളുകൾ ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാത്ത ആളുകളുണ്ടാകും. അങ്ങനെയുള്ളവരാണെങ്കിലും ഒരു ലാബിൽ പോയിട്ടോ ഫിസിഷ്യനിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ മേടിച്ചിട്ടോ ഇത്തരത്തിലുള്ള ചെക്കപ്സ് ചെയ്യുന്നത് നല്ലതാണ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ തൈറോയ്ഡ്, നമ്മുടെ ഷുഗർ, അതുപോലെ എന്തെങ്കിലും ഹോർമോണൽ ഡെഫിഷ്യൻസീസ് നമുക്കുണ്ടോ, വിറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് കേട്ടോ. തൈറോയിഡിന്റെ അളവ് കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ അത് നമ്മുടെ പ്രഗ്നൻസിയെ സാരമായിട്ട് ബാധിക്കാറുണ്ട്. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നാലും തൈറോയിഡിന്റെ ലെവൽ നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിട്ടല്ല, തൈറോയിഡിന്റെ മെഡിസിൻസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ കുഞ്ഞിന്റെ ഗ്രോത്തിനെ അത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. കുഞ്ഞിന്റെ IQ ലെവല്, കുഞ്ഞിന്റെ മെന്റൽ ലെവലിനൊക്കെ ഇത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തൈറോയിഡ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോഴേക്കും നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് റുബെല്ല പോലുള്ള വൈറസ് ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ ടോക്സോപ്ലാസ്മോസിസ് ഉണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ നമ്മൾ നോക്കേണ്ട ഒന്നാണ് നമ്മുടെ ഹിമോഗ്ലോബിന്റെ കൗണ്ട്. ഹിമോഗ്ലോബിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ഓക്സിജൻ റിച്ച് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഹെൽത്തി പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. ആ കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കുക. ഹിമോഗ്ലോബിന്റെ ലെവൽ നിങ്ങൾക്ക് കുറഞ്ഞു പോയാലോ, ഷുഗർ ലെവലിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാലോ, അതുപോലെ വിറ്റമിൻ ഡിയുടെ ലെവലിൽ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാലോ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്ത് വെക്കുക. ഈ ഒരു ചെക്കപ്പ് നമ്മൾ
ഈ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഏകദേശം നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു 6 മാസമോ അല്ലെങ്കിൽ ഒരു 7 മാസമൊക്കെ കൂടുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ഒപ്പം പലരും നെഗ്ലക്ട് ചെയ്ത് വിടുന്ന മറ്റൊരു കാര്യമാണ് ഡെന്റൽ ചെക്കപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകളുടെ പല്ലിൽ ഗമ്മിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകും, ബാക്ടീരിയ ഉണ്ടാകും, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പല്ലിൽ കേടുണ്ടാകും. ഈ കേട് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പെയിൻ കില്ലർ മേടിച്ച് കഴിക്കും. ആ കേട് കുറച്ച് നാളത്തേക്ക് വേദന ഉണ്ടാവില്ല, അങ്ങനെയാണ് നമ്മൾ വിട്ട് കളയാറ്. പക്ഷേ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും പല്ലിലെ കേട് വിട്ട് കളയാനായിട്ട് പാടില്ല. പല്ലിൽ ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത്, നിങ്ങളുടെ കുഞ്ഞ് ഗ്രോ ആകുന്ന സമയത്ത് അത് നമ്മുടെ ആ ഒരു വായിൽ നിന്നും ബാക്ടീരിയാസ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിലോട്ട് ഡയറക്റ്റ് എത്താനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിലോട്ട് ഈ ബാക്ടീരിയാസ് ഡയറക്റ്റ് എത്തുന്നതിന് അത് കാരണമാകുന്നു. അപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്ത് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ പല്ല് ഹെൽത്തി ആണോ എന്ന് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പല്ലിൽ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് വീക്ക് ആയതുകൊണ്ട് ഇൻഫെക്ഷൻസ് നമുക്ക് റെക്കറന്റ് ആയിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഈ വേദനകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അസഹനീയമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പല്ല് എടുത്ത് കളയേണ്ട സിറ്റുവേഷനോ അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യേണ്ട സിറ്റുവേഷൻസോ ഒക്കെ വരും. ആ സമയത്ത് നമുക്ക് ഒരുപാട് ഇഞ്ചെക്ഷൻസ് ഒന്നും ശരീരത്തിൽ വെക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഈ ഒരു ചെക്കപ്പ് ഒക്കെ നടത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പല്ലൊക്കെ ഹെൽത്തി ആണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മസ്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. ആ സമയങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഒരു അൺസർട്ടനിറ്റീസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ വിറ്റമിൻസിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം നിങ്ങൾ കഴിക്കുക. വിറ്റമിൻ സപ്ലിമെന്റ്സ് എല്ലാം ഡോക്ടറുടെ റെക്കമെൻഡേഷൻ കൂടി മാത്രം നിങ്ങൾ എടുക്കുക കേട്ടോ. ഡയറക്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ മേടിച്ച് കഴിക്കാനായിട്ട് പാടില്ല. ഒരുപാട് ആളുകൾ ചാനലിൽ ചോദിക്കുന്നുണ്ട്, ചേച്ചി വിറ്റമിൻ ഡിയുടെ മെഡിസിൻ കഴിച്ചോട്ടെ അല്ലെങ്കിൽ വിറ്റമിൻ സിയുടെ സപ്ലിമെന്റ് എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരിക്കലും പാടില്ല. ഡോക്ടറുടെ റെക്കമെൻഡേഷൻ, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത്തരത്തിലുള്ള മെഡിസിനുകൾ എടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. നമ്മുടെ ചാനലിൽ അങ്ങനെയുള്ള മെഡിസിൻസ് എടുക്കാനായിട്ട് പറയുന്നില്ല, നേരെ മറിച്ച് അതിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാനാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് കൺസീവ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.